1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. 1959 17-ാമത്തെ വയസ്സിൽ ഹോക്കിംഗ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസ് പഠിക്കാനായി ചേർന്നു. നാച്ചുറൽ സയൻസ് എന്നാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രങ്ങൾ എന്നാണ് അർത്ഥം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അതിൽ വരുന്നു, പക്ഷെ മാത്തമാറ്റിക്സ് അതിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അദ്ദേഹം അവിടെ സ്പെഷ്യലൈസ് ചെയ്തത് അല്ലെങ്കിൽ പ്രധാനമായും പഠിച്ചത് ഫിസിക്സ് ആണ്. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദ ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഫൗണ്ടഡ് ഇൻ 1249 AD. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കോളേജിലാണ് പഠിച്ചത്. അതുമാത്രമല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പഴക്കം ചെന്ന കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. 1249 AD ഇത് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോളേജുകളൊക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല. ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കോളേജുകളെല്ലാം ആ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നെവർത്തലെസ്, ഫോർ അബൌട്ട് എ ഇയർ ആൻഡ് എ ഹാഫ്, ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. എന്നിരുന്നാലും ഏകദേശം 1.5 വർഷത്തോളം ഹോക്കിംഗ് ഏകാകിയായിരുന്നു. സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യം അദ്ദേഹത്തിന് ബോറിംഗ് ആയി തോന്നി. ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സേർട്ടിംഗ് ഹിംസെൽഫ് അക്കാഡമിക്കലി. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബോറിംഗ് ആയ അവസ്ഥ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പക്ഷേ 2-ാമത്തെ വർഷം പകുതി ആയപ്പോഴേക്കും ഓക്സ്ഫോർഡിലെ ജീവിതം അദ്ദേഹം ആസ്വദിക്കാൻ തുടങ്ങി. ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ്. ദേ റിമെമ്പർ ഹിം ആസ് ലൈവ്ലി, ബോയന്റ് ആൻഡ് അഡാപ്റ്റബിൾ. പിയർ എന്നാൽ തുല്യർ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുന്നവനായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത് വളരെ ലൈവ്ലി ആയ അല്ലെങ്കിൽ ആക്റ്റീവായ, ബോയന്റ്, സന്തോഷവാനായ, അഡാപ്റ്റബിൾ, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള ആളായിട്ടാണ്. ഹി വോർ ഹിസ് ഹെയർ ലോങ്, വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, ലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. ഓർ എന്നാൽ വെയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, ധരിക്കുക എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ നീളമുള്ള മുടി ആയിരുന്നു. വിറ്റ് എന്നാൽ ബുദ്ധിപരവും വളരെ ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള തമാശ. ഈ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹം പ്രശസ്തനുമായിരുന്നു. അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക്, സയൻസ് ഫിക്ഷൻ, സ്പോർട്സ് എന്നിവയിൽ താല്പര്യമുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതമായിരുന്നു പിന്നീടുള്ള കാലം. ഹവവർ, അറ്റ് ദി എൻഡ് ഓഫ് ദ 3rd year, ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലൗണ്ടേർഡ്. ഫ്ലൗണ്ടർ എന്നാൽ ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. 3-ാമത്തെ വർഷ അവസാനമൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം ചെറിയ രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പഠനത്തിലും അദ്ദേഹം വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. തുടർ പഠനത്തിനായി തിയററ്റിക്കൽ ഫിസിക്സ് ആണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD ചെയ്യാനായി അദ്ദേഹം അപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ലഭിക്കണം. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. ഗെറ്റ് ത്രൂ എന്നാൽ വിജയിക്കുക എന്നാണ് അർത്ഥം. ഹോക്കിങ്ങിന് താൻ വിജയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എക്സാമിനേഷൻ ദിവസം അടുത്തപ്പോൾ ഈ ആത്മവിശ്വാസം നഷ്ടമായി. ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും ഇടയിലുള്ള റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്, ദ എക്സാമിനേഴ്സ് സമ്മൺഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ടെൻസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ, ഹോക്കിംഗ് മാനേജ്ഡ് to come up with the kind of remark for which he was famous among his friends. Summon എന്നാൽ വിളിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും ഇടയിലുള്ള റിസൾട്ട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് തീരുമാനിക്കുന്നതിനായിട്ട് എക്സാമിനേഴ്സ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂവിനായിട്ട് വിളിപ്പിച്ചു. ഇൻ്റർവ്യൂ ടെൻഷൻ ഉള്ളതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രശസ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ കഴിവ്, വിറ്റിയായിട്ടുള്ള റിമാർക്സ്
അല്ലെങ്കിൽ കമൻറ്റുകൾ പറയാനുള്ള കഴിവ്. വിറ്റ് എന്നാൽ ബുദ്ധിപരവും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള തമാശ എന്നാണ് അർത്ഥം. ഇത്തരത്തിലുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ഞാൻ കേംബ്രിഡ്ജിൽ പോകും, എനിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടിയാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്ന് ഇവിടുന്ന് എന്നെ പറഞ്ഞു വിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അദ്ദേഹം കേംബ്രിഡ്ജിലോട്ട് പഠിക്കാനായിട്ട് പോയി. His first year at Cambridge was worse than that at Oxford. കേംബ്രിഡ്ജിലെ ആദ്യ വർഷം ഓക്സ്ഫോർഡിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. His slipshod mathematical background caught up with him and found general relativity extremely tough. Slipshod എന്നാൽ ശ്രദ്ധയില്ലാത്ത, ക്യാച്ചപ്പ് എന്നാൽ പ്രശ്നമുണ്ടാക്കുക. അപ്പോൾ മാത്തമാറ്റിക്സിൽ അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഓക്സ്ഫോർഡിൽ അദ്ദേഹം മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുമില്ല. ഇത് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. കേംബ്രിഡ്ജിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിയററ്റിക്കൽ ഫിസിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ തിയററ്റിക്കൽ ഫിസിക്സ് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈനിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. Another far more disastrous problem arose then. മറ്റൊരു ദാരുണമായ പ്രശ്നം ആ സമയത്ത് ഉയർന്നു വന്നു. During his third year at Oxford, ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ക്ലംസി എന്നാൽ നോർമലായി ചലിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്ത അവസ്ഥ. അതായത് ഓക്സ്ഫോർഡിലെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വർഷം നോർമലായി ചലിക്കാനും പ്രവർത്തിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. ഒരു കാരണവുമില്ലാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം വീഴുകയുണ്ടായി. ദ ഫോളോവിങ് ഓട്ടം അറ്റ് കേംബ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈങ് ഹിസ് ഷൂസ് ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിംഗ്. ഫോളോവിങ് എന്നാൽ തുടർന്നു വരുന്ന, ഓട്ടം എന്നാൽ ചൂടുകാലം കഴിഞ്ഞ് തണുപ്പ് കാലത്തിന് മുന്നേയുള്ള സീസണാണ്. മരങ്ങളിലെ ഇലകൾ പൊഴിയുന്ന കാലഘട്ടമാണ്, തണുപ്പുള്ള കാലാവസ്ഥയാണ്. മലയാളത്തിൽ ശരത്കാലം എന്നാണ് പറയുന്നത്. ഫോളോവിങ് ഓട്ടം എന്ന് പറയുമ്പോൾ തുടർന്നു വരുന്ന ശരത്കാലം, അതായത് അടുത്ത വർഷം. ഓക്സ്ഫോർഡിലെ പഠനം 3 വർഷം കൊണ്ട് പൂർത്തിയായി. അതിനുശേഷം കേംബ്രിഡ്ജിലോട്ടാണ് വന്നത്. കേംബ്രിഡ്ജിൽ വെച്ച് അദ്ദേഹത്തിന് ഷൂസ് കെട്ടുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963, ഹോക്കിംഗ് contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. 1963 അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയനാക്കപ്പെട്ടു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന അപൂർവമായ രോഗം അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നു എന്നാണ്. കൺട്രാക്ട് എന്നാൽ രോഗം പിടിപെടുക എന്നാണ് അർത്ഥം. ക്യൂർ എന്നാൽ ചികിത്സ. ഈ രോഗത്തിന് ഇതുവരെ ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. ഈ അസുഖം തലച്ചോറിലും സ്പൈനൽ കോഡിലുമുള്ള നാഡീകോശങ്ങളെ, കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ മോട്ടോർ ന്യൂറോൺസിനെ, ചലനത്തിന് സഹായിക്കുന്ന നാഡീകോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. ഈ അസുഖം മൂലം മരണമുണ്ടാകുന്നത് സാധാരണയായി ശ്വസനം സാധ്യമാക്കുന്ന നാഡീകോശങ്ങൾ നശിക്കുന്നത് വഴിയാണ്. ഈ അസുഖം ബാധിച്ചവർ പരമാവധി 4 വർഷമൊക്കെ ജീവിക്കുകയുള്ളൂ. പക്ഷേ സ്റ്റീവൻ ഹോക്കിംഗ് ഈ അസുഖവും വെച്ചുകൊണ്ട് 76ാമത്തെ വയസ്സുവരെ ജീവിച്ചു എന്നുള്ളത് വളരെ അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. At first he went into a deep depression. He did not know what he ought to do or what his future would be like. ഡിപ്രഷൻ എന്നാൽ ദുഃഖം. ആദ്യം ഇദ്ദേഹം വലിയ ദുഃഖത്തിലോട്ട് പോയി. എന്ത് ചെയ്യണമെന്നോ അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഉറപ്പില്ലാത്ത അവസ്ഥയായി. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored with life. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. ആ സമയത്ത് കൺഫ്യൂഷൻ ഉള്ള അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈ അസുഖം തിരിച്ചറിയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതം വളരെ ബോറിംഗ് ആയി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എന്തെങ്കിലും പ്രധാനപ്പെട്ടത് ചെയ്യാനുള്ളതായി അദ്ദേഹത്തിന് തോന്നിയില്ല. രോഗം തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വന്നപ്പോൾ
എക്സിക്യൂട്ട് എന്നാൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക. വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടാൻ പോകുന്നതായി അദ്ദേഹത്തിന് തോന്നി. വോത്വയിൽ എന്നാൽ പ്രധാനപ്പെട്ട, റിപ്രീവ് എന്നാൽ ശിക്ഷയിൽ നിന്നും വെറുതെ വിടുക. ഈ ശിക്ഷയിൽ നിന്നും വെറുതെ വിടപ്പെടുകയാണെങ്കിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദാറ്റ് ഈസ് വെൻ ഹി റിയലൈസ്ഡ് ഹിസ് ഡിസീസ്. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ് ഡിപ്രഷൻ ബട്ട് സൂൺ ഹി ബിക്കെയിം പോസിറ്റീവ്. അതായത് ഈ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം വലിയ ദുഃഖത്തിലോട്ട് പോവുകയും പക്ഷെ പെട്ടെന്ന് തന്നെ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. Recurring എന്നാൽ ആവർത്തിച്ചു വരുന്ന. മറ്റൊരു ആവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇതായിരുന്നു. അദ്ദേഹം മരിക്കാൻ പോവുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയും. Hawking's doctors hoped that his condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. Stabilize എന്നാൽ സ്ഥിരതയുണ്ടാവുക, അഗ്രവേറ്റ് എന്നാൽ മോശമാവുക. ഹോക്കിങ്ങിൻ്റെ ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ മോട്ടോർ ന്യൂറോൺസിൻ്റെ നാശത്തിന് ഒരു സ്ഥിരതയുണ്ടാവുമെന്ന് അല്ലെങ്കിൽ കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ രോഗം വളരെ മോശമായി. അദ്ദേഹത്തിന് 2 വർഷം കൂടി മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് അദ്ദേഹത്തെ അറിയിച്ചു. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. 2 വർഷം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ വേഗത കുറഞ്ഞു, അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസ് നശിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞു. അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് മുകളിൽ ഒരു മേഘമുണ്ടെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം ഏത് നിമിഷവും മരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും, രോഗം വരുന്നതിന് മുമ്പുള്ള ജീവിതത്തേക്കാൾ രോഗം വന്നതിന് ശേഷമുള്ള ജീവിതം അദ്ദേഹം ആസ്വദിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, though still a not too distant certainty, were postponed. പൂർണ്ണമായ വൈകല്യവും മരണവും അധികം ദൂരെയല്ലാത്ത യാഥാർത്ഥ്യമാണെങ്കിലും അത് മാറ്റിവെക്കപ്പെട്ടു. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ്, എ പ്രിക്കേറിയസ് ആൻഡ് എ ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. റിപ്രീവ് എന്നാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ഹോക്കിങ് മരണത്തിൽ നിന്നും ഒഴിവായി. പ്രിക്കേറിയസ് എന്നാൽ സുരക്ഷിതമല്ലാത്ത, ടെമ്പററി എന്നാൽ താൽക്കാലികമായ. അതായത് ഈ മരണത്തിൽ നിന്നുള്ള ഒഴിവാകൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ്, അതുപോലെ തന്നെ താൽക്കാലികവുമാണ്. പക്ഷേ ജീവിതം അമൂല്യമാണ്. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ്, ജസ്റ്റ് ബിഫോർ he entered the hospital for tests, ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. ഹോക്കിംഗ് ഓക്സ്ഫോർഡിലാണ് ജനിച്ചതെങ്കിലും സെയിൻറ്റ് ആൽബൻസിലോട്ട് താമസം മാറിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ടെസ്റ്റുകൾക്ക് വിധേയനാകുന്നതിന് മുമ്പ് ജെയിൻ വൈൽഡ് എന്ന സ്ത്രീയെ കണ്ടുമുട്ടുന്നു. ടു ഹർ, ദിസ് ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീംഡ് ടെറിബ്ലി ഇൻ്റലിജൻറ്റ്, എക്സെൻട്രിക് ആൻഡ് റാദർ arrogant. But he was interesting and she liked his wit. ഡിഷവൽഡ് എന്നാൽ വൃത്തിയില്ലാത്ത, എക്സെൻട്രിക് എന്നാൽ വിചിത്രമായി പെരുമാറുന്ന. അവളെ സംബന്ധിച്ച് ഈ വൃത്തിയില്ലാത്ത ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും വളരെ വിചിത്രമായി പെരുമാറുന്നതായിട്ടും അവൾക്ക് തോന്നി. റാദർ എന്നാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അരോഗൻ്റ് ആയിട്ട് അവൾക്ക് തോന്നി. അരോഗൻ്റ് എന്നാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നോക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾ വ്യക്തമായി പറയുക എന്നാണ് അർത്ഥം. പക്ഷേ അവൾക്ക് സ്റ്റീവൻ ഹോക്കിങ്ങിൽ താല്പര്യം തോന്നുകയും അദ്ദേഹത്തിൻ്റെ വിറ്റ്, ബുദ്ധിപരമായി തമാശ പറയാനുള്ള കഴിവ് അവൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. When Jane met him again after his discharge from the hospital, he was really in a pathetic state. Pathetic എന്നാൽ ദയനീയമായ. ജെയിൻ വൈൽഡ് സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ രോഗം കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. I think he has lost his will to live. He was very confused, she commented. ജെയിൻ വൈൽഡ് പറഞ്ഞത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. She was not
however, put off by his physical or mental condition. പുട്ട് ഓഫ് എന്നാൽ താല്പര്യം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. അതായത് ജെയിൻ വൈൽഡിന് സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ ശാരീരികവും മാനസികവുമായി മോശം അവസ്ഥയിലും അദ്ദേഹത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടില്ല. ഷി വാസ് റാദർ എ ഷൈ ടീനേജർ, സീരിയസ് മൈൻഡഡ്, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. ജെയിൻ വൈൽഡ് ഷൈ ആയിരുന്നു, സീരിയസ് മൈൻഡഡ് ആയിരുന്നു, ശക്തമായ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത് അഡ്വേഴ്സിറ്റിയിൽ നിന്നും, ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും നല്ലത് ഉണ്ടാവും എന്ന് വിശ്വസിച്ചിരുന്നു. അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയായിരുന്നു ജെയിൻ വൈൽഡ്. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഹോക്കിംഗ് അവളുടെ ഒപ്റ്റിമിസത്തെ, ശുഭാപ്തി വിശ്വാസത്തെ ബഹുമാനിച്ചു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ വളർന്നു. After a while, the two began to realize, in Jane's words, that together we could make something worthwhile. For Stephen, that made all the difference. While എന്നാൽ സമയം, worthwhile എന്നാൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു, അവർക്കൊരുമിച്ച് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. For Stephen, that made all the difference. Make all the difference എന്നാൽ നല്ല രീതിയിലുള്ള സന്തോഷകരമായ പോസിറ്റീവായ മാറ്റം ഉണ്ടാവുക എന്നാണ് അർത്ഥം. അതായത് ജെയിൻ വൈൽഡുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കി. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കീസ്, വൺ ഓഫ് ദ കോളേജസ് ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഫെലോഷിപ്പ് എന്നാൽ റിസർച്ചിനോ പഠനത്തിനോ ആയി ലഭിക്കുന്ന പണം ആണ്. അങ്ങനെ ഒരു ഫെലോഷിപ്പിനായി അദ്ദേഹം കീസ് കോളേജിൽ അപേക്ഷിച്ചു. കീസ് എന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ തമ്മിൽ നല്ല ദൂരമുണ്ടായിരിക്കും. ഉദാഹരണത്തിന് MG യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ തൊടുപുഴ ഒരു കോളേജ് ഉണ്ടാവും, പാലായിലൊരു കോളേജ് ഉണ്ടാവും, അറക്കുളത്ത് ഒരു കോളേജ് ഉണ്ടാവും. അങ്ങനെ കോളേജുകൾ തമ്മിൽ നല്ല ദൂരമുണ്ടായിരിക്കും. പക്ഷേ യൂറോപ്യൻ രീതി വെച്ച് ആ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ആയിരിക്കും ആ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളും. ഇൻ 1965, at the age of 23, Hawking received his fellowship at Case, and in July of the same year, Jane and he were married. 1965 അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ വയസ്സിൽ ഹോക്കിങ്ങിന് കീസ് കോളേജിൽ റിസർച്ച് ചെയ്യാനുള്ള ഫെലോഷിപ്പ് കിട്ടി. ജൂലൈയിൽ അതേ വർഷം ജെയിൻ വൈൽഡിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. ലേറ്റ് 1960s, അതായത് 1965 മുതൽ 1970 വരെ ഉള്ള കാലഘട്ടം. ആ സമയത്ത് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തെ ഹോക്കിങ്ങിനെ ഓർക്കുന്ന ആളുകൾ കെയിൻ എന്നാൽ വടി. അപ്പോൾ ഒരു വടിയും പിടിച്ച് കോറിഡോറിലൂടെ ഭിത്തിയിൽ ചാരി നടക്കുന്ന ഹോക്കിങ്ങിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. ഇംപെഡിമെൻറ്റ് എന്നാൽ തടസ്സം. ചെറിയ തടസ്സത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്നത്. നമ്മൾ സംസാരിക്കുന്നത് പല അവയവങ്ങളുടെയും ചലനത്തിലൂടെയാണ്. പക്ഷേ ഇത് സാധ്യമാക്കുന്ന നാഡീകോശങ്ങൾ നശിക്കുക വഴി അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കൈകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും അക്ഷരങ്ങളും വാക്കുകളും സെലക്ട് ചെയ്ത് ആശയവിനിമയം നടത്താൻ തുടങ്ങി. പിന്നീട് കൈയുടെ ചലനശേഷി നശിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ കവിളിലെ മസിലുകളുടെ ചലനം കണ്ണടയിൽ ഘടിപ്പിച്ച സെൻസറിൻ്റെ സഹായത്തോടു കൂടി ഉപയോഗിച്ചായിരുന്നു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും അക്ഷരങ്ങളും വാക്കുകളും തിരഞ്ഞെടുത്തിരുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. The lesson is a profile of Stephen Hawking written by Kitty Gale Ferguson.
കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയ സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈലാണ് ഈ പാഠം. പ്രൊഫൈൽ എന്നാൽ എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള വിവരണം എന്നാണ് അർത്ഥം. ഇറ്റ് ഹൈലൈറ്റ്സ് ഹിസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈവൻ ഇൻ ഡിസബിലിറ്റീസ്. അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങളിലും അദ്ദേഹത്തിനുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇതിൽ എടുത്തു പറയുന്നത്. സ്റ്റീവൻ ഹോക്കിംഗ് വാസ് ആൻ ഇംഗ്ലീഷ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് റൈറ്റർ. അദ്ദേഹം ഇംഗ്ലീഷുകാരനായ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും ആണ്. ഹി വാസ് ബോൺ ഇൻ 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്താണ് 1942 അദ്ദേഹം ജനിച്ചത്. ഹി ഡൈഡ് ഇൻ 2018 അറ്റ് ദി ഏജ് ഓഫ് 76. 2018 76-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. In 1950, Hawking and his family moved to St. Albans, England. 1950-ൽ ഹോക്കിങ്ങിൻ്റെ കുടുംബം സെയിൻറ്റ് ആൽബൻസ് എന്ന സ്ഥലത്തോട്ട് താമസം മാറി. In 1959, at the age of 17, Hawking went to Oxford University to study natural science and to specialize in physics. 1959-ൽ അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസ് പഠിക്കാനായി ചേരുന്നു. പ്രധാനമായും പഠിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം ഫിസിക്സ് ആയിരുന്നു. അറ്റ് ഓക്സ്ഫോർഡ്, ഈവൻ ദോ ഹി വാസ് ലോൺലി ആൻഡ് ബോർഡ് ഇൻ ദ ബിഗിനിങ്, ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ് halfway through his second year. There he was famous for his wit. ഓക്സ്ഫോർഡിൽ തുടക്കത്തിൽ അദ്ദേഹം ഏകാക്കിയായിരുന്നെങ്കിലും രണ്ടാമത്തെ വർഷം പകുതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹപാഠികളുടെ ഇടയിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. ബുദ്ധിപരമായി തമാശ പറയാനുള്ള കഴിവിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ദെൻ ഹി ജോയിൻഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ടു സ്റ്റഡി കോസ്മോളജി. പിന്നീട് അദ്ദേഹം കോസ്മോളജി പഠിക്കാനായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഇൻ 1963, അറ്റ് ദി ഏജ് ഓഫ് 21, ഹോക്കിംഗ് contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It causes gradual degeneration of motor neurons, thus paralyzing muscles. 1963-ൽ ഹോക്കിങ്ങിൻ്റെ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിയറോസിസ് എന്ന അസുഖം പിടിപെട്ടു. അതിന് ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് ചലനത്തിന് സഹായിക്കുന്ന നാഡീകോശങ്ങൾ ക്രമേണ നശിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ് ഡിപ്രഷൻ, ബട്ട് വെൻ ഹി കെയിം ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഹി തോട്ട് ദർ വെർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു. ആദ്യം അദ്ദേഹം ദുഃഖത്തിലോട്ട് പോയി. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന ശേഷം അദ്ദേഹം പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി. ഇൻ 1965, അറ്റ് ദി ഏജ് ഓഫ് 23, ഹോക്കിംഗ് റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ് അറ്റ് കീസ്, Cambridge University. There he was known for his brashness in sessions involving some of the most distinguished scientists in the world. 1965 അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കീസ് കോളേജിൽ പഠനത്തിനായുള്ള സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരുടെ മുമ്പിൽ പോലും അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിച്ചിരുന്നു. ഹി മാരീഡ് ജെയിൻ വൈൽഡ് ഇൻ ദ സെയിം ഇയർ. ഷി വാസ് നോട്ട് പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ. അതേ വർഷം തന്നെ ജെയിൻ വൈൽഡിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവശതകൾ ജെയിൻ വൈൽഡിന് അദ്ദേഹത്തിലുള്ള താല്പര്യം നഷ്ടമാകാൻ ഒരു കാരണമായില്ല. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ.